Then what was it for? ശേഷിക്കല്ല ചാർത്തിയ ദീപാവലയം നം തനനും തനതും തും തും. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, നമ്മളുടെ ഹോളി ആയിട്ട് ഇന്ന് നമ്മളിത് കുറച്ച് കളർ പൊടികളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചാന്മാർക്കും ഒരിക്കൽ കൂടി ഹോളി ആശംസകൾ. അപ്പോൾ ഇത് എന്നത്തെയും പോലെ ഹോളിക്ക് കുറച്ച് കളറൊക്കെ കൊണ്ടുവന്ന് കാണുന്ന വെള്ള ഷർട്ടിലൊക്കെ തൂവിയില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി ഇന്ന് വാങ്ങിച്ചിരിക്കുന്നു പുതിയ വെള്ള ബനിയനുകൾ, വെള്ള ഷർട്ടുകൾ. അപ്പോൾ എന്നത്തെ പോലെ വെറൈറ്റി സാധനങ്ങളൊന്നും ഇത്തവണ കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല. മുമ്പ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടാറുള്ളതാണ്, മറ്റേ പുകയുടെ കട്ടിക്കുന്ന സാധനങ്ങൾ. പക്ഷെ ഇത്തവണ നമ്മൾ ആഘോഷിച്ചിട്ട് ആകെ ഒരു കുഞ്ഞു സിലിണ്ടറാണ് കിട്ടിയത് അല്ലേ? പിന്നുള്ളത് നമ്മുടെ കളർ പൊടിയാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതെ ഇത് പറഞ്ഞ് തീർക്കേണ്ടി വന്നു. എന്തായാലും വീഡിയോ തുടങ്ങാമ്പോ ചെന്നിട്ട് പരിപാടി തുടങ്ങാം. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ പൊടികൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ പറഞ്ഞ പോലെ വെറൈറ്റി ഒന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് ഒരു കുഞ്ഞു കുറ്റിയാടാ, ചെറിയ സിലിണ്ടർ. പക്ഷെ ഇത് ഓറഞ്ച് കളറ് മറ്റേ സ്പ്രേ അടിക്കുന്ന സാധനമാണ്. പിന്നെ നേരത്തെ നമ്മൾ കത്തിച്ചതിന്റെ 4 ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ ഇത്ര സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ പക്ഷെ നമ്മുടെ കയ്യിൽ നല്ല വെള്ള വിനീനുണ്ട് കളർ ഇടാനായിട്ട്. അപ്പൊ നമ്മള് അല്ലല്ല ഹോളി ആഘോഷത്തിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അറിയോ? ഒരേ കളറുകളായിട്ട് ഇച്ചിരി എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. എല്ലാവർക്കും ഞാൻ തേച്ച് തരാം. വാട കുട്ടാ, എല്ലാവർക്കും ഞാൻ തേച്ച് തരും. പ്രവീണ് വേണ്ടേ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ തേച്ച് തരാം. ഇങ്ങനെടാ ഹോളി ശരിക്കും ആഘോഷിക്കാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണോ? അത് കഴിയുമ്പോ നമ്മൾ അലമ്പിലേക്ക് കിടക്കും. ഇത് ഇങ്ങനെ ഒരു ഏറാണ്, പിന്നെ ഇത് ഇങ്ങനെ എടുത്തിട്ട് അറിയും, പിന്നെ ഇത് ഇങ്ങനെ അറിയും, പിന്നെ മൊത്തത്തിൽ ഏറാണ്. അങ്ങനെ അലമ്പാക്കണം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അയ്യോ വിട്ടില്ലടാ പട്ടികളി. കളിക്കട്ടെ, അവന്മാര് എറിഞ്ഞ് കളിക്കട്ടെ. നമ്മളുടെ അടുത്ത് സാധനമുണ്ട്. ഇന്ന് എല്ലാത്തിനും ഇങ്ങനെ അന്തിയോണെന്ന് നീയൊക്കെ എവിടെ പോയി ഓടൂടാ? എടാ തുപ്പലത്തിന്റെ കളർ പറയാ. മരിച്ചടാ നീയൊക്കെ. എന്താ മണ്ണിന്റെ കളറാ? തീർന്ന് വാടാ വാടാ. സുല്ലിട്ട പിന്നെ അറിയാൻ പാടില്ലെന്നാണ്. എടാ നീയൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? സുല്ലിട്ട് അറിയാൻ പാടില്ല. കൊല്ലാൻ നോക്കണ. അയ്യോ എന്റെ വായിലെന്തിന്റെ കളറ്? നിന്റെ വായനാ നീരുണ്ട്, നീരാ പുഷ്പേട്ടനിപ്പാ. മൂടായി ഇനി ഇതുകൊണ്ടൊന്നും നിക്കൂല. എനിക്ക് മറ്റേ സാധനം വേണം. കലാഷ് നിക്കാവോ എവിടെന്നാന്ന് എനിക്കറിയണ്ട. സാധനം ഒപ്പിക്കണം. കലാഷ് നിക്കാവ് കിട്ടണം. കലാഷ് നിക്കാവ് കിട്ടാണ്ട് നടക്കില്ല. ഇനി ആദ്യമൊക്കെ വളരെ മാന്യമായിട്ട് തുടങ്ങിയ പരിപാടിയാണെങ്കിലും പിന്നീട് അവസാനം ഇങ്ങനെയൊക്കെ എത്തി. എന്തായാലും മൂടായി. ഇതുകൊണ്ട് നിക്കൂലട്ടാ. എനിക്ക് മറ്റേ സാധനം വേണം. കലാഷ് നിക്കാവോ. എല്ലാത്തിനും ഞാൻ പകരം വീട്ടും. എന്റെ മുഖത്തായിരിക്കുന്ന ഓരോ കളർ പൊടിക്കും ഞാൻ പകരം ചോദിച്ചിരിക്കും. ആരണ്ട് ഏറുമാത്രോട്ട് പറ്റിക്കണ്ടില്ല. നോക്ക് മക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞ കലാഷ് നിക്കാവോ. വെച്ചോടാ. നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടില്ല എന്ന് ചോദിച്ചപ്പാ നമ്മൾ തളർന്നു എന്ന് വിചാരിച്ചാ ഇറക്കിയിട്ടുണ്ട് ഒരു സാധനം. അപ്പൊ ഇനി ചെറിയ കളികളൊന്നുമില്ല, വലിയ കളികള്. സാധനം സെറ്റ് ചെയ്തിട്ടെ, എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. നല്ല കളർ കൂടിയിട്ട് പൊട്ടിക്കാം. സാധനം ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടാ. കുറച്ച് സ്ക്രൂഡില് പരിപാടിയൊക്കെ ഉണ്ടേ. അപ്പൊ സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാണ്. സാധനം സെറ്റ് ആക്കിട്ടാ. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ കലാഷ് നിക്കാവോ റെഡി ആയിട്ടുണ്ട്. ബാക്കിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ബുള്ളറ്റുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കളറുള്ള ബുള്ളറ്റ് അഥവാ കളർ ബോബ് അല്ല, കളർ
ബോംബ് അത് തന്നെ. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ കളർ വെച്ച് കൊടുക്കൂട്ടോ നമ്മള്. അവനവന് വേണ്ട കളർ അവനവന് സെലക്ട് ചെയ്യട്ടാ. അപ്പൊ ഇനി ഇതേ നമ്മളുടെ കലാഷ്നിക്കാവ് പൊട്ടിക്കാൻ നേരമൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഈ യന്ത്രം എടുത്ത് ഇനിയില് പൊടി നിറയ്ക്കാനുള്ള പരിപാടി നോക്കാട്ടാ. ഓ നല്ല വെയിറ്റ് ഉണ്ട് തോന്നണം കേട്ടോ സാധനം. ആദ്യം ഒന്ന് ലോക്ക് ചെയ്യട്ടെ. സാധനം നമ്മൾ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിന് നമ്മുടെ ആദ്യത്തെ പരിപാടി കളർ നിറയ്ക്കലാണേ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കലാഷ്നിക്കാവോ ലോഡ് ചെയ്യാനുള്ള പൊസിഷനിലേക്ക് നമ്മളിത് വെക്കുകയാണേ. അപ്പൊ നമ്മൾ ആദ്യം നിറയ്ക്കാൻ പോണത് നല്ല അടിപൊളി പിങ്ക് കളറാണേ. അപ്പൊ ഇതേ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പിങ്ക് കളർ നിറച്ചു കൊടുക്കുകയാണ്. ദൈവമേ, ഇതേത് ഗംഗയിലെ വെള്ളത്തിൽ കുളിച്ചാൽ ഈ കളർ പോകും എനിക്കറിയില്ല. അത്രയധികം കളറാണ് കേട്ടോ. എന്തായാലും ഈ ബനിയനും പോയി, ഇട്ട ട്രൗസറും പോയി. ആ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഫുൾ കളറും നമ്മുടെ കലാഷ്നിക്കാവിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓരോരുത്തർക്കും ഓരോ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ അജ്മോനാണ് കളർ കൊടുക്കാൻ പോകുന്നത്. അവന് പിങ്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് പിങ്ക് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയിട്ടാണ് നിൽക്കുന്നത് മോൻ? അപ്പോൾ അതെ വെടി വയ്ക്കാനായിട്ട് കലാഷ്നിക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാണ്. വെടി കൊള്ളാൻ അജ്മോൻ റെഡിയാണോ? എടാ ഇച്ചിരി ഇറങ്ങിക്കാം, എന്നാലും പവർ ഇട്ടുള്ളൂ. ബാ ഇത് എങ്ങോട്ട് ഇരിക്കണ്ടേ? എടാ പവറിൽ ഇറങ്ങി വാ. പവറിൽ കുറച്ചുകൂടി ഇറങ്ങിന്നോ കലാഷ്നിക്കാവോ. എന്തിട്ടാ പോണേ? പൊടി കുറഞ്ഞു പോയാ? കുറച്ചുകൂടി ഉണ്ടാ കലാഷ്നിക്കാവോ. എങ്ങനെയുണ്ടാടാ? ആരാ ഇച്ചിരി കൂടി ഉണ്ട് ബാക്കി. Then what was it for? അപ്പൊ ഇതേ അടുത്ത കളർ ഇടണ്ട. അടുത്തത് നീലയാണേ. ഇവിടെ നീലപ്പൊടി ഇട്ടിട്ടാണ് അടുത്ത് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ നീല കളർ ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആളെ നമുക്ക് വെടി വെക്കാം. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നമ്മുടെ ഭൗമിക്കിനാണ്. അടുത്തായി കലാഷ്നിക്കാവിടെ വെടിയുള്ള പോകുന്നത്. മോനെ റെഡിയാണോടാ? 1 2 3 അവനെ നമ്മൾ നീല കളറാക്കി എടുത്തിട്ടുണ്ട്. അവതാറാക്കിയിട്ടുണ്ട്. ഇത് അവതാറല്ല, വർദ്ധയാണ്. ഇത് വർദ്ധ. അടുത്തതായി നിറയ്ക്കുന്നു റെഡ് കളർ. എടാ ഞാൻ 1 2 3 എണ്ണുമ്പോ പൊട്ടിക്കൂട്ടാ. റെഡി? അങ്ങനെ മച്ചാന്മാരെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു നമ്മളുടെ എന്താണ് ഹോളി. അതൊരു പറഞ്ഞു തലക്കടിയോട്ടിട്ട്. അപ്പോൾ ഹോളി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ സമയമൊക്കെ ഇരുട്ടി. അപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് ഇടാനുള്ള കാരണം നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ഹോളി ആഘോഷം വളരെ സന്തോഷമായിട്ട്. സന്തോഷമായില്ലടാ? എന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. എന്റെ കളർ ഇപ്പൊ എന്തുവാടാ? കുളിക്കണോ അല്ലേ? പുതിയ ക്യാപ്ഷൻ കൊടുക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ഹോളി സ്പെഷ്യൽ വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഒരു എൻജോയ്മെന്റ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്ക് വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ മരത്തിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിലേക്ക് മച്ചാൻ പ്രവീൺ അതുപോലെ ടീം M14 ഇറ്റ്സ് മീ ജോസഫ് സാനിങ്